കൊല്ലം മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പൂക്കള വിവാദം BJP ഏറ്റെടുക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകുന്നേരം ഈ സ്ഥലം സന്ദർശിക്കുമെന്നാണ് വിവരം. നാളെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധത്തിനും ആഹ്വാനമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ മാതൃകയിൽ അത്തപ്പൂക്കളമിട്ടതിന് സൈനികനടക്കം 27 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അരുൺ രാജ് വീണ്ടും ചേരുന്നു കൊല്ലത്തുനിന്ന്. അരുണെ, പൂക്കളം ഒരു വലിയ വിവാദമാവുകയാണോ? തീർച്ചയായും തിരുവോണനാളിലെ കൊല്ലം മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പൂക്കളം ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇന്നലെ ദേശീയ മാധ്യമങ്ങളടക്കം വലിയ വിഷയമായി ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. BJPയുടെ ദേശീയ നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമടക്കം മുന്നോട്ട് കൊണ്ടുപോകും എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പൂക്കളത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ ആർക്കാണ് രണ്ടഭിപ്രായമുള്ളത്. രാജ്യത്തിന് തന്നെ മാതൃകയായ, രാജ്യത്തിന് തന്നെ അഭിമാനമായ ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിന്റെ പേര് ഒരു പൂക്കളത്തിൽ ചേർത്തതിന് എന്താ പ്രശ്നമെന്ന ചോദ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അത് വിഷയം സജീവമാക്കുന്നതിന് പിന്നിലും BJPക്ക് ഇതേ ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. അതേസമയം ഈ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയതല്ല തങ്ങളുടെ പ്രശ്നം. അതിനപ്പുറം ആ പൂക്കളത്തിനൊപ്പം ഒരു കാവിക്കൊടിയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഇതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം എന്നുള്ള നിലപാടാണ് ക്ഷേത്രസഭ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ ക്ഷേത്രസഭയുടെ ഈ വാദത്തെ ഈ പൂക്കളമിട്ട യുവാക്കൾ പൊളിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഈ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്, പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠയാണ്. ആ പാർത്ഥസാരഥിയുടെ രഥത്തിന്റെ മുകളിൽ ഇത്തരത്തിൽ ഒരു പതാകയുണ്ട്. ആ പതാകയാണ് തങ്ങൾ വരച്ചത്. അങ്ങനെ ഈ വാഗ്വാദങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഈ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും കുറവില്ല. വിഷയം BJP ഏറ്റെടുക്കുന്നു. നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധ മാർച്ചടക്കം BJPയുടെ സംസ്ഥാന സെക്രട്ടറിമാർ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ വിഷയം ദേശീയ തലത്തിലേക്ക് കൂടി മാറുകയാണ്. 2 സൈനികർക്കെതിരെ കേസെടുത്തത് ഏതർത്ഥത്തിലാണ്? സൈനികർ രാജ്യസ്നേഹമാണ് അവിടെ പ്രകടിപ്പിച്ചത് എന്ന നിലപാടാണ് BJP മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ പൂക്കള വിവാദം കേരളത്തിലും കൊല്ലത്തും ഒതുങ്ങില്ല. പകരം ഡൽഹിയിലേക്ക് യാത്ര കയറും. ഓക്കെ, താങ്ക് യു അരുൺ രാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.